ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോപ്കോൺ ആണ്. പോപ്കോണിന് നമുക്ക് ചോളം ഉണക്കിയത് വേണം, അതുപോലെ ഓയിൽ വേണം, ഉപ്പ് വേണം, മുളക് പൊടി വേണം, മഞ്ഞപ്പൊടിയും വേണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ഫസ്റ്റ് തന്നെ ഞാൻ ഗ്യാസിൽ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് ഓൺ ചെയ്യാം. അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഓയിൽ വെച്ചെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ചോളം ഇടുന്നുണ്ട് കേട്ടോ. ചോളം ഉണക്കിയത് ഇത്തിരി ഇടുന്നുണ്ട്. ചോളം ഉണക്കിയത് ഇത്തിരി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഇത്തിരി ഉപ്പാണ് കേട്ടോ ഇടുന്നത്. ഉപ്പ് ഞാൻ ഇത്തിരി ഇടുന്നുള്ളൂ. ഇത്തിരി കൂടെ ഇത്തിരി ഇടുന്നുള്ളൂ. അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി മതി കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി മതി. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മൂടി വെക്കണം കേട്ടോ കുക്കർ. നമ്മൾ കുക്കർ മൂടി വെക്കുകയാണ്. കുക്കർ മൂടി വെച്ച് കഴിഞ്ഞാൽ അപ്പം ചോളം പൊട്ടുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുലുക്കി കൊടുക്കുക ഇടയ്ക്ക്, അല്ലെങ്കിൽ അടി ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ കുലുക്കിയിട്ടുണ്ട്. ഇത് റെഡി ആവാനായി എന്നാണ് കേട്ടോ തോന്നുന്നത്. പൊട്ടുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ റെഡി ആയിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ. നമ്മൾ മെല്ലെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്, കാരണം പൊട്ടാത്തത് ഉണ്ടെങ്കിൽ നമ്മളുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് കോരിയിടാം കേട്ടോ. നമുക്ക് ഈ ബൗളിലേക്ക് ഇത് ഇടാം. നമ്മൾ പോപ്കോൺ ഞാൻ ഒരു ബൗളിലേക്ക് ഇങ്ങനെ മാറ്റുകയാണ്. നല്ല പോപ്കോൺ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ ചിലപ്പോൾ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പോപ്കോണ്. ഇനി നമുക്ക് കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് എരി കിട്ടും കേട്ടോ. കുറച്ച് മതി, കാരണം കൂടുതലായാലും കുറേ എരിവായി പോവും. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.